എല്ലാവർക്കും സ്വാഗതം. ഫൈനലി നമ്മൾ നമ്മുടെ Q&A വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായി നിങ്ങൾ Q&A ക്വസ്റ്റ്യൻസ് തന്നിട്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ട്രാവൽ, ക്ലാസ്, എക്സാം അങ്ങനെ പോയി. അപ്പോൾ ഫൈനലി നമ്മൾ ഇരുന്നിട്ട് ഇന്ന് Q&A ചെയ്യാൻ പോവാണ്. ഞാനൊരു വലിയ കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ലാത്ത കാരണം എനിക്ക് മൊത്തത്തിലൊരു 60 ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചിലതൊക്കെ റിപ്പീറ്റഡ് ആയ കാരണം ഞാനൊരു 15 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ 4 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സോ ദാറ്റ് യു വിൽ നോട്ട് ബി ബോർഡ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് കൊറിയ ആൻഡ് മൈ സ്റ്റഡി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തേത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് നോട്ട് ടു പേഴ്സണൽ, അതുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. മൂന്നാമത്തേത് അഗെയിൻ കൊറിയ ആൻഡ് കോൺസേർട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഫോർത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഷിഫാന. അപ്പോൾ ഞാൻ 2020 തോന്നുന്നു ഈ കൊറോണ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഡൈനമൈറ്റ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടു. ഞാനങ്ങനെ ഐ ഡോണ്ട് കെയർ മച്ച്. നൈസ് സോങ്, നൈസ് ഡാൻസ്, ദാറ്റ്സ് ഇറ്റ്. ഞാനത് മാറ്റി വെച്ചു. അങ്ങനെ ഐ ലിവ്ഡ് വിത്ത് മൈ ലൈഫ്. അതിൻ്റെ മുമ്പ് ഞാൻ ഡ്രാമ ഒക്കെ കാണുമായിരുന്നു, പക്ഷെ ഒരിക്കലും കൊറിയയിൽ പോകണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ഡ്രാമ, റൈറ്റ്? അങ്ങനെ 2021 ആയി. അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മോളും അവളുടെ കസിൻസൊക്കെ ഭയങ്കര ബി ടി എസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ബി ടി എസ് ആരാന്ന് അറിയണ്ടായിരുന്നില്ല. ഡൈനമൈറ്റ് കണ്ടപ്പോഴും ഞാൻ ബി ടി എസ് എന്നുള്ള പേരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഐ ജസ്റ്റ് വാച്ച്ഡ് ഡാൻസ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ്. അപ്പോൾ ഇവർ ഭയങ്കര ബി ടി എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെന്ത് പിള്ളേർ, കുഞ്ഞു പിള്ളേരൊക്കെ ബി ടി എസ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ സമയത്താണ് ഇവരുടെ പെർമിഷൻ ടു ഡാൻസ് റിലീസ് ചെയ്തത്. അങ്ങനെ ഞാൻ ഓക്കെ, നമ്മളും അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് കണ്ടു. ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, എനിക്ക് കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആയിരുന്നു അന്ന് ഇഷ്ടം. അപ്പോൾ ഞാൻ പെർമിഷൻ ടു ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് സ്ലോലി ഇവരിങ്ങനെ ഹൈപ്പ് കൊടുത്ത കാരണം ഞാൻ സ്ലോലി അവരുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. ലൈക്ക് ഇൻ്റർവ്യൂസ്, റൺ ബി ടി എസ്. ഓ മൈ ഗോഡ്, ഐ ഗോട്ട് അഡിക്റ്റഡ്. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടെല്ലാം കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഇങ്ങനെ കേട്ട് വീഡിയോസ് കണ്ട് ആ ലാംഗ്വേജിനോട് എനിക്കൊരു പ്രിയം തോന്നി. ഒബ്വിയസ്ലി ബി ടി എസിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷം ആ ലാംഗ്വേജിനോട് എനിക്കൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞത് രാവിലെ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുക, വൈകുന്നേരം പണി കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിന്നൊരു ചേഞ്ച് എന്ന രീതിയിൽ ഞാൻ കൊറിയൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നു, ആസ് എ ഹോബി. ഒരു 3 മാസത്തെ കോഴ്സാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് 6 ലെവൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലെവൽ 5 വരെ കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് ടുക്ക് ലൈക്ക് ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 years ടു കംപ്ലീറ്റ് ലെവൽ 5. ഓക്കെ, പക്ഷേ ഇന്ത്യയിലുള്ള കൊറിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് അവർ പഠിപ്പിച്ചായിരുന്നു. അത് കാരണം എനിക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല, കൊറിയയിൽ പോകാനൊരാഗ്രഹം തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രം ജീവിക്കുള്ളൂ, ഇന്ത്യയിൽ സെറ്റിൽ ആവണം എന്നാണ് ആഗ്രഹം. എനിക്ക് പുറത്ത് പോകാൻ ആഗ്രഹമില്ല. ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്ത് പോയി സെറ്റിൽ ആവണം എന്നൊന്നും ആഗ്രഹമില്ല. അങ്ങനെ ഒരാളായിരുന്നു. ആ ഒരു എനിക്ക് കൊറിയയിൽ പോകാനൊരാഗ്രഹം വന്നു തുടങ്ങി. ഐ വോണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി. കാരണം വീട്ടിലിരിക്കുകയല്ലേ, വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു 2 years പൈസ സേവ് ചെയ്തു. മാസ്റ്റേഴ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണം കൊറിയൻ ലാംഗ്വേജ് കോഴ്സ് ചൂസ് ചെയ്തു. അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ഓർ ഈസിയർ ഓപ്ഷൻ ടു കം ടു കൊറിയ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ റിസർച്ചൊക്കെ ചെയ്തു, കൊറിയയിൽ വന്നു. അങ്ങനെയാണ് ഞാൻ കൊറിയയിലെത്തിയത്. ഐ നോ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി, പക്ഷേ ഞാൻ ഇതിനെക്കാട്ടിലും വലുതായിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ കഥ പറയാം. ഞാനത് ചുരുക്കിയാണ് പറഞ്ഞത്. ബട്ട് യാ, അങ്ങനെയാണ് ഞാൻ കൊറിയയിലെത്തിയത്. ഹായ് ദേവു. ഫൈനാൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ സേവിങ്സ് എന്നാണ്. ഞാനൊരു IT കമ്പനിയിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കൊറിയയിൽ പോകണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയുന്ന കാരണം ഞാൻ പൈസ സേവ് ചെയ്യാൻ തുടങ്ങി.
ഏകദേശം ഒരു 1.5 ഇയറിൻ്റെ മേലെ ഞാൻ പൈസ സേവ് ചെയ്തിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ഒക്കെ നിർത്തി. പിന്നെ കൊറോണ ആയ കാരണം വർക്ക് ഫ്രം ഹോം അല്ലേ, സോ ഹോസ്റ്റലിൻ്റെ പൈസ ഇല്ല, ഐ മീൻ കൊടുക്കണ്ട. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാരണം കുറച്ചുകൂടി ഈസി ആയിരുന്നു പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പൈസ സേവ് ചെയ്തു. ഏകദേശം ഒരു ഓക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടെന്ന് തോന്നിയപ്പം നോട്ട് ജസ്റ്റ് ദാറ്റ്, പക്ഷേ അങ്ങനെയാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. അപ്പോൾ യെസ്, എൻ്റെ സേവിങ്സ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത്. ഓൾസോ ഞാൻ കൊറിയയിൽ വന്നതിൻ്റെ ശേഷം ഐ ഡു ട്രാവൽ. ഇൻഫ്ലുവൻസർ തിങ് ചെയ്യുന്ന കാരണം എനിക്ക് ട്രാവൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ട്രാവൽ സ്പോൺസേർഡ് ട്രിപ്പൊക്കെ കിട്ടാറുണ്ട്. ആൻഡ് സ്പോൺസേർഡ് ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് പേ ചെയ്യും. ആൻഡ് ഐ ഓൾസോ ഡു പാർട്ടിസിപ്പേറ്റ് ഇൻ കോണ്ടാക്ട്സ്, അങ്ങനെ കുറേ പൈസ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഐ ഡു ഏൺ മണി ഹിയർ. അപ്പോൾ അതും കൂടി ഉണ്ട്. ഹായ് നന്ദന, ഞാൻ ഏജൻസി വഴിയല്ല കൊറിയയിൽ വന്നത്. ഒറ്റയ്ക്ക് തന്നെ റിസർച്ച് ചെയ്തിട്ട് എല്ലാ പ്രോസസ്സും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാൻ ചൂസ് ചെയ്തത് കൊറിയൻ ലാംഗ്വേജ് കോഴ്സ് ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു ഏജൻസീൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എനിക്ക് തന്നെ റിസർച്ച് ചെയ്ത് എനിക്ക് തന്നെ അപ്ലൈ ചെയ്ത് വരാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആയത് കാരണം ഞാൻ ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തില്ല. അതുമല്ല, ഏജൻസീനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവർക്ക് പൈസ കൊടുക്കണ്ടേ, സോ വൈ വുഡ് ഐ വേസ്റ്റ് മൈ മണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏജൻസി ആവശ്യം വരുമായിരിക്കും. കാരണം കുറച്ച് ടഫല്ലേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫസറിനെ ചൂസ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഏജൻസി വഴിയല്ല വന്നത്. ഹായ് ഷഹ്മ, ഗോഷിവോൻ്റെ ഒരു ആവറേജ് റെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 20, അത് ഡിപ്പെൻഡ്സ് ഓൺ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നനുസരിച്ചാണ്. ഭയങ്കര സിറ്റി ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ കുറച്ച് അധികമായിരിക്കും, അല്ലാത്ത ഏരിയയിലാണെങ്കിൽ കുറച്ച് കുറവുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ ഒരു അറിവിൽ ഖോഷിവോണിന് നിങ്ങൾക്ക് ഒരു മിനിമം 20,000 ഒക്കെ കൊടുക്കേണ്ടി വരും, ഓർ മേ ബി 18-19,000, ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ. പക്ഷേ 20,000 മിനിമം വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഗോഷിവോൺ എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞായിട്ടുള്ളൊരു റൂമായിരിക്കും. ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ ബെഡ്, കബോർഡ്, ടേബിൾ, മേ ബി ബാത്റൂം. ചില സ്ഥലത്തൊക്കെ ബാത്റൂം പുറത്തായിരിക്കും. അപ്പം ഒരു അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു റൂമിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല ഈ സാധനങ്ങളൊക്കെ വെക്കാൻ. ഓക്കെ, അപ്പോൾ കുഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഗോഷിവോൺ. ആ ഒരു ഗോഷിവോണിന് നിങ്ങൾക്ക് മിനിമം പേ ചെയ്യേണ്ടി വരുന്നത് 20,000 റുപ്പീസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഗോഷിവോൺ ചൂസ് ചെയ്യാണ്ട് 1 റൂം ചൂസ് ചെയ്തത്, ഈവൻ ദോ ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെങ്കിലും. അപ്പോൾ ഗോഷിവോൻ്റെ ഒരു ആവറേജ് റെൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി 20,000 റുപ്പീസ്. ഹായ് ജെന്നിഫർ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എനിക്ക് ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കൊറിയയിൽ വരണം എന്ന് ആഗ്രഹം തോന്നിയപ്പം ഐ ഡിസൈഡഡ് ഐ ഷുഡ് ഗോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, പൈസ സേവ് ചെയ്യാൻ തുടങ്ങി. അല്ലാണ്ട് അയ്യോ എനിക്ക് കൊറിയയിൽ പോകണം, എന്തെങ്കിലുമൊക്കെ കൊറിയയിൽ പോകാൻ പറ്റുമോ, പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, അങ്ങനെ വിഷമിച്ചിട്ടിരുന്ന മൊമെന്റ്സ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പോണോ എന്നാൽ പോവാം, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ എന്നാൽ അത് ചെയ്യാം, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. സോ എന്നെങ്കിലും ഈ ഒരു ആഗ്രഹം നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്തിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് വെരി നോർമൽ. ചിലപ്പോൾ എൻ്റെ ഏജിൻ്റെതായിരിക്കാം. നിങ്ങൾ കുഞ്ഞു മക്കൾ, എനിക്കറിയാം എൻ്റെ ഓഡിയൻസ് കുറേ ചെറുപ്പക്കാരാണ്, ഭയങ്കര കുഞ്ഞു മക്കളാണ്. 10th പഠിക്കുന്ന 12th പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഏജിൻ്റെതായിരിക്കണം. എനിക്ക് അങ്ങനൊരു ഫീലിങ്സ് വരാറില്ല. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് പ്രയത്നിക്കുക, അത് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് നടന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള വഴികൾ നോക്കുക, അത്രേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദിസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അത് ചെയ്യുക, ആൻഡ് ഡു ഇറ്റ്. ഹായ് ആതിര, ഓഡിയൻസിന് വേണ്ടി ഞാൻ പറയാണ്, ആതിര എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ, സോ ഷി നോസ് ദിസ് തിങ്, അതുകൊണ്ടാണ് അവൾ ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ
9 ഇയേഴ്സാണ് ഞാൻ IT ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 2014 സ്റ്റാർട്ട് ചെയ്തു, 2023 ക്വിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 9 ഇയേഴ്സിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പലർക്കും അറിയാം എനിക്ക് ഈ ഒരു ജോബിനോട് ഭയങ്കര വലിയ താല്പര്യമൊന്നുമില്ല എന്ന്. എനിക്ക് ഐ ഓൾവേസ് വാണ്ടഡ് ടു ക്വിറ്റ് ആൻഡ് ഡു സംതിങ് എൽസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു റീസൺ ആണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഫ്രീഡം. പൈസ അല്ലെങ്കിൽ മണി എന്നുള്ളൊരു റീസൺ മാത്രമാണ് ഐ വാസ് ഇൻ ദ ഫീൽഡ് ഫോർ 9 ഇയേഴ്സ്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ജോലി കിട്ടിയത് എനിക്കാണ് ആദ്യമായിട്ട്. ഓക്കെ, അപ്പം എൻ്റെ അമ്മേൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും കുറേയൊക്കെ നോക്കിയത് ഞാനാണ്. അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ച് അസുഖമായി. അപ്പം അമ്മയുടെ ഫൈനാൻഷ്യൽ അല്ല, ഹോസ്പിറ്റൽ തിങ്സ് ഒക്കെ ഞാനാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനാണ് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ പോവാം അങ്ങനെ ഒരു സംഭവം ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ മണി വാസ് ദി റീസൺ ഐ വാസ് ഇൻ ദ ജോബ് ഫോർ 9 ഇയേഴ്സ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് റീസൺ. കാരണം ഐ വാസ് താങ്ക്ഫുൾ. എനിക്ക് ജോലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയത് കാരണമല്ല ഞാൻ ക്വിറ്റ് ചെയ്തത്. ഓക്കെ, വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ക്വിറ്റ് ചെയ്തത്. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഐ വാസ് റിയലി താങ്ക്ഫുൾ. ഈവൻ ദോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നില്ലെങ്കിലും ഐ വാസ് റിയലി താങ്ക്ഫുൾ. ആ ഒരു ജോലിയുള്ള കാരണം ഐ വാസ് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് മൈ മോം, മൈ ഫാമിലി. കുറേ കാര്യങ്ങൾക്ക് എൻ്റെ ഫാമിലീനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ വാസ് റിയലി പ്രൗഡ്. ഓക്കെ, പ്രൗഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഐ മീൻ, think about it. You are the first person to be financially independent. നിങ്ങൾക്കാണ് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ നിങ്ങളുടെ അമ്മേനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. wherever you want you can take her. I was really grateful, I was really proud. And എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. even though I wanted to quit my job, I was really thankful to the job. So the first thing is financial freedom, and every good thing that job offered me, I was really grateful. So yeah, that is the reason I was able to be there for 9 years. Hi Casey and Unique Bay. അപ്പോൾ ഈ ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എങ്ങനെ ഇരിക്കുന്നു, അമ്മ സുഖമാണോ എന്ന് ചോദിച്ചാൽ 2023 December 11th അമ്മ ഞങ്ങളെ വിട്ടുപോയി. ആൻഡ് ഇപ്പോൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. കാരണം ഐ ഹാവ് ലോട്ട് ഓഫ് റിഗ്രറ്റ്സ്. 2023 കൊറിയയിൽ പോകുമ്പം ഐ ഡidn't know that I'll lose my mom very soon. കൊറിയയിൽ പോയി 3 months കഴിഞ്ഞപ്പോഴേക്ക് മോം ഗോട്ട് വെരി സിക്ക്. ആൻഡ് ഷീ the saddest part is that ഞാൻ കൊറിയയിൽ പോയിട്ട് I was very guilty for leaving her back in India. അവിടെ പോയി ആൻഡ് 3 months കഴിഞ്ഞ് വെക്കേഷൻ ആയപ്പം മോം ഫെൽറ്റ് മോർ സിക്ക്. അപ്പോൾ ഞാൻ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു. കാരണം വെക്കേഷൻ ടൈമല്ലേ, 3 weeks വെക്കേഷൻ ഉണ്ട്. അപ്പോൾ 3 weeks വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ബട്ട് ദെൻ ഐ വാസ് തിങ്കിങ്, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ ഐ വാണ്ടഡ് ടു ബി സക്സസ്ഫുൾ ഇൻ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ പറയുക, ആ ഒരു 3 weeks ഞാൻ ചേച്ചിമാരോട് ചോദിച്ചു ഹൗ ഇസ് മോം, ആൻഡ് ദേ വെർ ലൈക്ക് ഷീ ഈസ് ആസ് യൂഷ്വൽ അങ്ങനെ പറഞ്ഞു, നത്തിങ് ടു വറി എന്നുള്ള പോലെ പറഞ്ഞപ്പോൾ ഐ തോട്ട് മേ ബി 3 months കൂടെ കോഴ്സ് എങ്ങനെയെങ്കിലും തീർത്തിട്ട് ഐ വിൽ കം ബാക്ക്. പിന്നെ അമ്മയ്ക്ക് എപ്പോഴാണോ സുഖാവുക അപ്പോൾ തിരിച്ചു പോവാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ സ്റ്റേയ്ഡ്. ഞാൻ തിരിച്ചു വന്നില്ല കൊറിയയിൽ നിന്ന്. വെക്കേഷൻ ഞാൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. കാരണം ഐ വാണ്ടഡ് ടു not like prove, I wanted to show my mom my success as a content creator. അതുകൊണ്ട് I stayed there. Then after ഒരു 2 weeks mom ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു she wants to see me, and she was literally kind of crying and said me that
you know, I just want to see you and then die. മലയാളത്തിലാണ് ഓഫ് കോഴ്സ് പറഞ്ഞത്. ആൻഡ് അന്ന് ഞാൻ തീരുമാനിച്ചു ഐ എം കമ്മിങ് ബാക്ക്. പിറ്റേന്ന് മോം വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, തിരിച്ചു വന്നു. ആൻഡ് ഒരു ദിവസം മാത്രമേ എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് പിറ്റേന്ന് ഞാൻ വന്ന് അമ്മ ICUലായിരുന്നു. ഹോസ്പിറ്റലിന് ഒരു ദിവസം ഞാൻ അമ്മേൻ്റെ കൂടെ നിന്നു. പിറ്റേന്ന് അമ്മ പോയി. ദെൻ ഐ ടുക്ക് 6 months break. 6 months break എടുത്തപ്പം I don't know, like I was I didn't do anything. I was just staying home. I needed time, to digest what happened, because my mom was my everything. Like amma amma, my mom was very strong. Okay, my mom was, I never seen any woman strong, like more stronger than my mom. She was very strong. എത്രയൊക്കെ കഷ്ടപ്പാടിലൂടെ അമ്മ പോയിട്ടുണ്ടെങ്കിലും അമ്മ വാസ് വെരി സ്ട്രോങ്. ഈ ഒരു ക്യാൻസർ അമ്മേനെ ബാധിച്ചപ്പോൾ തൊട്ട് ഷി വാസ് വെരി പോസിറ്റീവ്. എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും think about every 2 weeks you have to go to hospital, you have to take medicine every day, and the pain, everything. Adike she was fine, but then at the end she was going through a lot. Just think about it. I don't know, but she was very positive. She used to say, ചില സമയത്ത് അമ്മ സങ്കടം പറയാറുണ്ടായിരുന്നെങ്കിലും she was very positive throughout the time. അപ്പോൾ ആ അമ്മ പെട്ടെന്ന് ഇല്ലാതായപ്പം it was very hard, and I needed time. 6 months. No, 6 months time വേണമെന്നല്ല. I just took 6 months break. Then after ഒരു സമയത്ത് I felt like ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. I have to do something that will make my mom proud of me. So I applied for the course again, to continue my study. പിന്നെ കൊറിയയിൽ വന്നു. ഇപ്പോൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ yes, while I'm doing things I'm happy, but every day I think about my mom. I miss her and it's hard. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, every video when I post, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും, wow, she's so lucky, you're so lucky, you're so lucky. You don't know how much I have gone through. The pain, നിങ്ങൾക്ക് I don't know, ഓരോരുത്തർക്കും ഓരോ ലക്കാണല്ലോ. So maybe you have your parents, you have a beautiful family, to spend time with. വീട്ടിൽ തിരിച്ചു വരുമ്പം അമ്മയെന്ന് വിളിക്കാൻ അല്ലെങ്കിൽ അച്ഛന്ന് വിളിക്കാൻ you will have your parents there. പക്ഷെ എനിക്കതില്ല. So I don't know if I am that lucky. First I lost my father suddenly. After 6 months I lost my niece അല്ല nephew. Then after ഒരു 1 year ആയപ്പോഴേക്കും I lost my mother. So ഒരു 2 years spanൽ I lost 3 people. നിങ്ങൾക്ക് എന്തൊക്കെ ലക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും കൊറിയയിൽ വരിക എന്നുള്ളതും കോൺസേർട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ചോയ്സ് ആണ്. യു ക്യാൻ ഓൾവേസ് അച്ചീവ് ദാറ്റ്. ഓക്കെ, ഇഫ് യു ഹാവ് മണി ആൻഡ് ഇഫ് യു വർക്ക് ടുവേർഡ്സ് ദാറ്റ്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാൻ എന്നല്ല, ആർക്ക് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലൂസിങ് പീപ്പിൾ, യുവർ ഡിയർ വൺസ്, യു കനോട്ട് ഡു എനിത്തിങ് വിത്ത് ദാറ്റ്. നിങ്ങൾക്കത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. മരണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആൻഡ് do you think I am lucky now? I don't know. I never felt I'm lucky that way. I would rather have my parents, live with them in India, rather than attending Korean. I mean, rather than going to Korea or attending concerts. I would love to live with him. So I know Corona was like,
കൊറോണ പലർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. പീപ്പിൾ ലോസ്റ്റ് ദെയർ dear ones, and I'm really sorry for them, but I'm really thankful to corona, because corona നടന്ന കാരണം I was able to go home, and എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും ഒക്കെ കൂടെ എനിക്കൊരു 3-4 വർഷം എവറി ഡേ ഐ സ്റ്റേഡ് വിത്ത് ദം. ഞാൻ ആ സമയത്ത് ട്രാവലൊന്നും അധികം ചെയ്യണ്ടായിരുന്നില്ല. ഐ തിങ്ക് ഓൺലി വൺസ് ഐ വെൻറ്റ് ഫോർ ട്രാവലിംഗ്, ഒരു 1 week, and 1 week, yes. Otherwise I was with them. ആ കൊറോണ നടന്ന കാരണം അതർവൈസ് ഞാൻ ഹോസ്റ്റലിലായിരിക്കും താമസിക്കുന്നത്. സോ ഐ എം റിയലി റിയലി താങ്ക്ഫുൾ ടു ദ പീരിയഡ് വെയർ ഐ ഗോട്ട് ടു സ്റ്റേ വിത്ത് ദം. ഒരു 3 to 4 years every day, I feel so so blessed that I had that time. Yeah. അപ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ, ഐ എം ഹാപ്പി based on the moments. I try to enjoy the trips I take. കോൺസേർട്ട് പോവുകയാണെങ്കിൽ the moments with my friends. So I try to live in the moment rather than living in the past. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടെയുള്ള അവർക്ക് ഇഷ്ടമുള്ള ഇവിടുത്തെ ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ they can happily live in heaven. So I try to live a happy life here. So yeah. I'm so sorry, that was a big 8 minutes talk. Hi Alpha Soul. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ 2023 ഇവിടെ വന്നപ്പം ഐ മിസ്ഡ് ഹോം ലൈക്ക് എനിത്തിങ്. ഓക്കെ, ആദ്യത്തെ ദിവസം മുതൽ ഐ വാസ് ലൈക്ക്, ഞാൻ എന്തിനാ കൊറിയയിൽ വന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ 2010 മുതൽ, അതായത് 12th കഴിഞ്ഞ മുതൽ 2020, അതായത് കൊറോണ വരുന്ന വരെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന ആളാണ്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഞാൻ ഫസ്റ്റ് ടൈം കൊറിയയിൽ വന്നിട്ട് ഐ ഫെൽറ്റ് ഹോം സിക്ക്. ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ എന്തിനാണ് എൻ്റെ അമ്മേനെ വിട്ട് ഇവിടെ വന്നത്, എൻ്റെ ഫാമിലീനെ വിട്ട് ഇവിടെ വന്നത്, ഐ ഡോണ്ട് നോ. ആൻഡ് ഐ ക്രൈഡ് ലോഡ് ഓഫ് ടൈംസ്. അങ്ങനത്തെ ഒരാളായിരുന്നു. സോ ഐ മിസ്ഡ് ഹോം ലൈക്ക് ഹെൽ ആദ്യമായിട്ട് കൊറിയയിൽ വന്നപ്പോൾ ലാസ്റ്റ് ഇയർ. പക്ഷേ സെക്കൻഡ് ടൈം വന്നപ്പം ഐ എം ഫൈൻ. ഒരു കാരണം എന്ന് പറയുന്നത് കൊറിയ ഈസ് ഫെമിലിയർ നൗ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വീട്ടിൽ അമ്മയില്ല, അച്ഛനും ഇല്ല. ആൻഡ് ഇപ്പം ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയാലും there is no one to welcome me. Of course my sisters are there, but they are having their own family, right? So you know what I mean. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം there is no mom, there is no dad. So I don't miss home that much. But then ഞാൻ ഓരോ ദിവസം ഇടവിട്ട് എൻ്റെ ചേച്ചിമാരെ വിളിക്കാറുണ്ട്. വി ആർ ഹാവിങ് ഗുഡ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് അവരുള്ള കാരണം ഐ എം ഫൈൻ. താങ്ക്ഫുൾ ടു ദം, സീരിയസ്ലി. നമ്മൾ ചേച്ചിമാരുടെ അടുത്ത് അങ്ങനെ താങ്ക്സ് ഒന്നും പറയുന്ന കൂട്ടത്തിലല്ല, ബട്ട് ഈ ഒരു വീഡിയോ മൂലം ഐ റിയലി വാണ്ടഡ് ടു ടെൽ ദം താങ്ക് യു. അവരുള്ള കാരണം ഐ എം ഹാപ്പി. ആൻഡ് മേ ബി my sisters are the best gift my parents gave me. Yeah. അപ്പോൾ യെസ്, സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു ദം. ചിലപ്പോൾ ഒക്കെ മിസ് ചെയ്യാറുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് മച്ച്. ഒരു കുറച്ച് നേരം മിസ് ചെയ്യും, ആൻഡ് ദാറ്റ്സ് ദാറ്റ്. സോ ഐ എം ഫൈൻ നൗ. ദർ ആർ മൊമെന്റ്സ് ഞാൻ വിചാരിക്കാറുണ്ട്, എന്തിനാണ് കൊറിയയിൽ വന്നത്, നാട്ടിൽ സുഖമായിട്ടിരിക്കായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ബട്ട് ദെൻ ഡ്രീം ഇസ് ഡ്രീം, ആൻഡ് അച്ചീവിങ് ഡ്രീം എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈസി. സോ ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചാലേ ചില കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. യാ, സോ ഐ തിങ്ക് ഐ എം മാനേജിങ് വെൽ നൗ. ഹായ് ശില്പ ലക്ഷ്മി ലാൽ. അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഫർമേഷൻ ആണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഐ ഡു ബിലീവ്. അത് കാരണം ഞാൻ രാവിലെ എണീറ്റിട്ട് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഐ ഡു അഫേം. ഫോർ എക്സാമ്പിൾ, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി, അങ്ങനെ. ദെൻ ഐ താങ്ക് ഗോഡ് ഫോർ ഗിവിങ് അനദർ ഡേ. ഇത്
ഒരു സബ് കോൺഷ്യസ്ലി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം കുറേ നാളത്തെ പ്രാക്ടീസ് കാരണം ഐ ഡു ദാറ്റ് ഓട്ടോമാറ്റിക്കലി. എനിക്ക് എത്ര ബാഡ് ആയിട്ടുള്ള ദിവസമാണെങ്കിലും എത്ര വിഷമമുള്ള ദിവസമാണെങ്കിലും ഐ ഡു ദാറ്റ്. കാരണം അതൊരു ഹാബിറ്റായി മാറി. ഓക്കെ, ഉറക്കൊന്നും പറയില്ല, ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഐ ഡു അഫേം. സോ അതാണ് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ളതും ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് യോഗയാണ്. കാരണം രണ്ടും ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ ഐ ഡു ദാറ്റ് ഓൾസോ. സോ ഹായ് ഇസേൽ ആസ്ട്രിയ. പേര് ഞാൻ കറക്റ്റ് ആയിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഡയറക്റ്റ് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ നോ ആണ്. കാരണം എൻ്റെ ഡ്രീം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഡ്രീമാണ്. കാരണം 12th കഴിഞ്ഞപ്പോൾ എനിക്ക് 10th കഴിഞ്ഞപ്പോൾ എനിക്ക് എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. എഞ്ചിനീയർ ആയി. കുറച്ച് കാലം കഴിഞ്ഞപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ ഇത് തീർന്നു. പിന്നെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, സിംഗർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊന്നും ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ല. ട്രാവൽ പിന്നെ വി നീഡ്സ് ഫിനാൻഷ്യൽ ഫ്രീഡം ദാറ്റ് മച്ച്, റൈറ്റ്? അപ്പം അതും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊറിയയിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായി. കൊറിയയിൽ വന്നു. കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായി. കോണ്ടന്റ് ക്രിയേറ്റർ ആയി. ലൈക്ക് ഐ എം ഡൂയിങ് ദാറ്റ് നൗ. അപ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക്. സോ ഓൾവേസ് ഞാൻ ഡ്രീം ചെയ്ത കാര്യമായിരുന്നില്ല കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതൊരു ഇൻ ബിറ്റ്വീൻ വന്ന കാര്യമാണ്. സോ ഐ എം ഡൂയിങ് ദാറ്റ് നൗ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ എം ഡൂയിങ് വാട്ട് ഐ ഡ്രീം നൗ. പക്ഷേ ഇത് ചിലപ്പോൾ നാളെ മാറിയേക്കാം, എനിക്ക് അറിഞ്ഞൂടാ. സോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തോന്ന്. ബട്ട് യെസ്, ഫോർ നൗ ഞാൻ ഡ്രീം ചെയ്ത കാര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡ്രീം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിഗ്. ഐ എം നോട്ട് എറ്റ് ദെയർ, നോട്ട് ഈവൻ ഐ തിങ്ക് 2% or 1%. ഇറ്റ്സ് ബിഗ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. മേ ബി ഐ ടുക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ് തിങ് നൗ. ബട്ട് യെസ്, ഡ്രീമിൻ്റെ പാത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹായ് റഹിന്ദ് P17T. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഒന്നാമത്തേത്, എത്ര കഴിഞ്ഞിട്ടാണ് കൊറിയയിൽ പോയത്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 9 years വർക്ക് ചെയ്തിട്ടാണ് കൊറിയയിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, +1 and +2 എന്താണ് പഠിച്ചത്? ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ എന്താണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഐ ലോസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ഫീൽഡ്. അത് കാരണം എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ എനിക്ക് കൊറിയയിൽ വരണം എന്നും ആഗ്രഹമുണ്ട്. സോ എനിക്ക് ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൊറിയൻ ലാംഗ്വേജ് കോഴ്സ് ചെയ്യാന്നുള്ളതായിരുന്നു. ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ കൊറിയൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊറിയൻ ലാംഗ്വേജ് അഡ്വാൻസ്ഡ് കോഴ്സാണ്. 6 levels ആണുള്ളത്. ഐ സ്റ്റാർട്ടഡ് വിത്ത് ലെവൽ 3. ഇപ്പം ഞാൻ ലെവൽ 5 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് നന്ദന. കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ പല വഴികളുണ്ട്. നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂട്യൂബൊക്കെ നോക്കി പഠിക്കാം. പല വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഞാൻ കുറച്ച് യൂട്യൂബ് ആൻഡ് വെബ്സൈറ്റ്സ് എനിക്കിഷ്ടമുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങളിൽ പൈസ ഉണ്ട്, ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാം. ഇപ്പോൾ കുറേ ആൾക്കാർ കൊറിയൻ പഠിപ്പിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നടത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് പഠിച്ചത്. ഇൻഡോ കൊറിയൻ സെൻറ്റർ പൂനെ എന്നാണ് അവരുടെ പേര്. ഇൻസ്റ്റഗ്രാമിൽ അവരുണ്ട്, ഇൻഡോ കൊറിയൻ സെൻറ്റർ. അവർ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാം. ഹായ് ഷഹ്മ. കോൺസേർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീവേഴ്സിലൂടെ അവർ ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഗ്ലോബൽ ഓഡിയൻസ്, അതായത് ഇപ്പം കൊറിയയിൽ പുറത്തുള്ള ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്
interpark.com ഓക്കെ. ഇന്റർപാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. ഇന്റർപാർക്ക് കൊറിയൻ്റെതും ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബലും ഉണ്ട്. സോ ഗ്ലോബലിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം കൊറിയൻ അക്കൗണ്ട് എന്ന് പറയുന്നത് കൊറിയൻ ഫോൺ നമ്പറൊക്കെ ആവശ്യമാണ്, കൊറിയൻ ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. സോ ഇന്റർപാർക്ക് ടിക്കറ്റ് ഗ്ലോബൽ വെബ്സൈറ്റിൽ പോവുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സെർച്ച് ഫോർ ഏത് കോൺസെർട്ടാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്, ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാം. ഈസി ആയിട്ട് ബുക്ക് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോസസ്സ് ഈസിയാണ്, പക്ഷേ ടിക്കറ്റ് കിട്ടാന്നുള്ളത് ഇസ് വെരി ഡിഫിക്കൾട്ട് അക്കോർഡിംഗ് ടു ദ ഗ്രൂപ്പ് യു ആർ ഗോയിങ് ടു. ഇപ്പോൾ BTS 17 ഇവരൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഗ്ലോബൽ ആണെങ്കിൽ കാരണം സൈറ്റ് ഭയങ്കര പെട്ടെന്ന് ജാം ആവും. ബട്ട് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ദോ. യാ ഓക്കെ, ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്. ഷഹ്മ തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, മാരേജ് പ്രഷർ ഉണ്ടോയെന്ന്. അപ്പോൾ ഹായ് ഷഹ്മ, മാരേജ് പ്രഷർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പ്രഷർ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കല്യാണത്തിനെ പറ്റി നല്ല ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് മാട്രിമോണിയിൽ കയറിയിട്ട് ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ, പക്ഷെ നത്തിങ് വർക്ക്ഡ് ഔട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല ഇങ്ങനെ ആൾക്കാരെ നോക്കി കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുക എന്നുള്ളത്. കാരണം എൻ്റെ മൈൻഡിലൊരു തിയറി ഉണ്ട് ദാറ്റ് എനിക്ക് ഒരാളെ കണ്ട് പരിചയപ്പെട്ട് ആളുടെ കൂടെ ഈ ലൈഫ് മുഴുവൻ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം എനിക്ക് വരുമ്പോൾ മാത്രമേ ഞാൻ ആളെ കല്യാണം കഴിക്കുള്ളൂ. അതർവൈസ് ഐ ഡോണ്ട് വാണ്ട് ടു മാരി എനി വൺ. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കാരണം ഐ എം സ്റ്റിൽ അൺമാരീഡ്. പിന്നെ വീട്ടിൽ നിന്ന് പ്രഷർ ഇടയ്ക്ക് അവർ ചോദിക്കും കല്യാണം കഴിക്കണ്ടേ, ഒരാൾ വേണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ വേണം, അങ്ങനെ ഒരാൾ വന്നാൽ കല്യാണം കഴിക്കണം എന്ന് ഞാനും പറയും. പിന്നെ ഉള്ള പ്രഷറൊക്കെ ഞാൻ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ വിടും. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് ഓർ ലൈക്ക് ഞാൻ ഇങ്ങനത്തെ ഒരാളായ കാരണം വേറൊരാളുടെ, അതിപ്പോൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഒരു ആഗ്രഹത്തിന് ഒരാളെ കല്യാണം കഴിച്ച് ആളുടെ ലൈഫും സ്പോയിൽ ചെയ്ത് എൻ്റെ ലൈഫും സ്പോയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ആ ഒരു ആഗ്രഹം മാത്രം ഞാൻ അങ്ങനെ വിട്ടു, കാരണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യാ ഹായ് നിമിഷ ആൻഡ് അൽഫോൺസ, നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി. അപ്പോൾ കമ്മിറ്റഡ് ആണോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഫണ്ണി ആയിട്ട് ആൻസർ തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ് സൈഡ് മനസ്സിലാവും, ഐ മീൻ സീരിയസ് ആൻസർ എന്താണെന്ന് മനസ്സിലാവും. സോ ഇഫ് യു ആസ്ക് മീ ഞാൻ കമ്മിറ്റഡ് ആണോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഐ ആം കമ്മിറ്റഡ്. ഐ ആം ഹാവിങ് എ ബോയ് ഫ്രണ്ട് and I am so in love with him. The problem is he doesn't know me. He is rich, he is handsome, he is famous, and he is everything a girl wish for. Now ഞാനൊരു നോർമൽ ആളാണല്ലോ. when I become successful, when I become rich, and if I get a chance to meet him, ഞാൻ ആളെടുത്ത് പോയിട്ട് പറയും കോപ്പി മാഷിരോ ഖല്ലയോ. പുള്ളിക്കാരന് കോഫി ഇഷ്ടമല്ലെങ്കിലും മേ ബി വിൽ ചേഞ്ച് ദ മെനു അവിടെ പോയിട്ട്. ബട്ട് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് കോഫി മാഷിരോ ഖല്ലയോ. അവിടെ പോയിട്ട് വി വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേറ്റ്. then we'll talk to each other, we'll get to know each other, we'll go for many dates, then we'll fall in love, we'll get married, we'll have a beautiful family. This is my plan, okay? Now the problem is he doesn't know me yet, but you got the answer right. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡ് ആണോ എന്ന്. that's that. സോ ഗൈസ്, നമ്മളുടെ 15 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഐ ഹോപ്പ് യു വിൽ feel more closer to me as a person, because you know more about me, right? And അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. and thank you so much for watching this video till the end. Yeah, and thank you for listening to me, thank you for all the love, and thank you for supporting me. Until we meet again, bye bye.